അല്ലേ? ഇതിനടുത്ത് തന്നെ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, ചോദിച്ചിട്ട് പോവാം. എന്താ പറഞ്ഞേ? അത് പഴയ റോഡ്, വളഞ്ഞു 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 പോകുന്നില്ല. ഇത് പുതിയ റോഡ്. എല്ലാരും ഇവിടത്തെ രണ്ട് പുതിയ റോഡ് വന്നിട്ടുണ്ട്. ബൈപ്പാസ് റോഡ് നേരെ കോവളം ടച്ച് ചെയ്തിട്ട് തിരുവനന്തപുരത്തേക്ക്. അത് പഴയ റോഡ്, അത് വളഞ്ഞ് തിരിഞ്ഞിട്ട് ഇപ്പൊ വലിയ ഗുണമൊന്നുമില്ല കാറുകൾക്ക് പോകാനായിട്ട്. ഇത് പുതിയ റോഡ് പോയാൽ നമുക്ക് നല്ല റോഡ് കിട്ടും. കൺഫ്യൂഷൻ വന്നാണ് അല്ലാതെ രണ്ട് സ്ഥലത്തേക്കും തിരുവനന്തപുരം തിരിച്ചുള്ളത്. ഇത് പുതിയ റോഡ്, ഇത് സ്ട്രൈറ്റ്. പുതിയ റോഡ് അല്ലേ? ഇത് സ്ട്രൈറ്റ്. നാഗർകോവിൽ ട്രിവാൻഡ്രം. ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്സൺസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കടകളുള്ളത് ഭയങ്കര ആശ്വാസാട്ടോ അല്ലേ ഈ ചൂടുകാലത്തെ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശ പട്ടണത്തിലേക്കാണ്, കോവളത്തിലേക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെയുള്ള കടകളുടെ പേരൊക്കെ പറയണ്ടല്ലോ ഗൂഗിള്. ഗൂഗിൾ ഉണ്ടെങ്കിലും സൈൻ ബോർഡ് ഉണ്ടെങ്കിലും ഒന്ന് ചോദിക്കുന്നോണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ? 2-3 തവണ നമ്മുടെ വഴി ഗൂഗിൾ ഇനി കാണാത്ത വഴികളൊന്നുമില്ല, അതുകൊണ്ട് വഴി ചോദിച്ചു പോവാ. എത്ര ട്രിവാൻഡ്രത്തിന് വഴി തെറ്റിയില്ല എന്ന് മനസ്സിലാക്കുന്നത് നിറച്ച് കുഴി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി നമ്മൾ വന്നത് കറക്റ്റ് വഴിയില്ല. KL1 അല്ലേ? അപ്പൊ ഇവിടുന്ന് 1 മുതൽ തുടങ്ങാൻ സ്ഥലമാണ് കുഴിയുടെ എണ്ണം. ഇവിടുന്ന് മുതൽ എണ്ണി തുടങ്ങാം. ഇതാണ് പാർവതിപുരം ഫ്ലൈ ഓവർ. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഡിസ്റ്റൻസേ പകുതിയായിട്ട് കുറഞ്ഞു. ഈ ക്യാൻവാസിലൊക്കെ പിക്ക് വരച്ചു വെച്ച പോലെയുള്ള ഭംഗിയാണ് ഈ ഒരു മലനിരകൾ കാണാൻ. എൻ്റെ മുകളിലുണ്ട് ഒരു പള്ളി, സെൻറ്റ് സേവിയേഴ്സ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബാക്കിൽ. നല്ല സ്ഥലമല്ലേ? കരിക്കിന്റെ കളറാണ്. ഓഹോ, ഇതാണോ കാര്യം? പുതിയ വഴിയുണ്ട്, അതിലേക്ക് ഇന്നോട് കേറുന്നതാണ്. റെയിൽവേ അല്ല, നാഷണൽ ഹൈവേ. അത് മല നമ്മുടെ വിശാലമായിട്ടുള്ള NH66 ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ ഹൈവേ കണക്റ്റിംഗ് പനവേൽ ഇൻ മഹാരാഷ്ട്ര ടു കന്യാകുമാരി. നേരത്തെ പറഞ്ഞൊക്കെ പിൻവലിച്ചു കുറച്ച് നേരത്തേക്ക്. ഇത് ഭയങ്കരമായ ഗവൺമെന്റിന്റെ ഹൈവേ പ്രോജക്റ്റ് എത്തും. ഇവിടുന്ന് 1700 ഈ ഹൈവേയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബോംബെയിലെത്തും. ബോംബെ ടു കന്യാകുമാരിയാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുകൊണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് വരെ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരത്തുനിന്നുള്ള ഭാഗം. നമ്മുടെ യാത്ര ചെന്ന് എത്താറായി കോവളത്തേക്ക്. അവിടെ എന്തൊക്കെയുള്ളത്? ഇന്റർനാഷണൽ ബീച്ചാണ് കേട്ടോ. ഏയ് അത് 300 മീറ്ററിലാണ് കിടക്കുന്നത്. പിന്നെ കേരള ഗവൺമെന്റിന്റെ ഫെസിലിറ്റി സെന്റർ ഉണ്ട്. ബാർ ബീച്ച് ഫ്രണ്ടില് പിള്ളേരെ എന്നേക്കറാ ഇവിടെ റോഡ് എന്താണ് കേട്ടോ. കേരള കോവളം രാസീസ് ഹോട്ടലാണത്. കല്ല് പഠിക്കണമെങ്കിൽ
ആണ് ആ സ്ഥലം. നോ പാർക്കിംഗ് കോവളം. നിർത്താൻ പറ്റില്ല. സ്വിമ്മിങ് പ്രൊഹിബിറ്റഡ് ആട്ടാ. സീ റഫ് ആണ്. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചു. അത് ഞാൻ കണ്ടുപിടിച്ചു. പാർക്കിംഗ് ബാത്റൂം. പക്ഷെ നമ്മള് റൂം എടുക്കണം, പിന്നെ വേണം അങ്ങോട്ട് വരാൻ അല്ലേ. ഒരു തീരദേശ പട്ടണമായ കോവളത്തിലും ചുറ്റിലുമായിട്ട് ധാരാളം കടൽപ്പുറങ്ങളും വിശ്രമ സങ്കേതങ്ങളും ഉണ്ട്. കോവളത്തിന് ചുറ്റുമുള്ള ബീച്ചുകൾ ആഭ്യന്തര അന്തർദേശീയ യാത്രികർക്ക് പ്രിയപ്പെട്ട അവധിക്കാല സങ്കേതങ്ങൾ കൂടിയാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരത്തിന് 14 കിലോമീറ്റർ അകലെയായി അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തീരദേശ പട്ടണമാണ് കോവളം. ഫൈനലി നമ്മൾ കോവളം ബീച്ചിലെത്തി. ബീച്ച് നല്ല നീറ്റ് ആൻഡ് നല്ല ക്ലിയർ വാട്ടറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല നീല കളറിലെ വെള്ളം. അവിടെ കാണുന്ന കുറേ റിസോർട്ട് സ്റ്റേകളുണ്ട്. എല്ലാം സീ വ്യൂ ഉള്ള റിസോർട്ടുകളാണ് കേട്ടോ. ഇപ്പോൾ സീ ഭയങ്കര റഫാണ്. അതുകൊണ്ട് നമുക്ക് സ്വിമ്മിംഗ് ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഇപ്പോൾ ആരും ഇറങ്ങുന്നില്ല ഇവിടെ. ഫൈനലി നമ്മൾ കുറച്ചു നേരം വിശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു താമസ സ്ഥലം കണ്ടെത്തി. ഇനി ഇവിടെ നിന്നാവും അടുത്ത കാഴ്ചകളിലേക്കുള്ള യാത്ര. നല്ല ചൂടാണ്. ഈ അടുത്തായിട്ട് ചൂട് കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴേ ബീച്ചിലേക്ക് പോകാം. നമ്മളിപ്പോൾ കുറച്ച് ഫുഡ് വാങ്ങിക്കാം. നല്ല നട്ടുച്ചയാണ്. എന്തായാലും ഒരു ഉച്ചയായപ്പോൾ തന്നെ ഇവിടെ എത്തി കേട്ടോ. കന്യാകുമാരി എന്നുള്ള ഡ്രൈവ് കോവളത്തേക്ക് നമ്മൾ ഇവിടെ തന്നെ എത്തി ഈ സമയത്ത്. ഇനി ഒന്ന് നടന്നു നോക്കാം. ടേസ്റ്റ് ഓഫ് കേരള വന്ന് കഴിക്കാം അല്ലേ. അല്ലേ. ഇതിനടുത്ത് തന്നെ ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ്. എല്ലാം കിട്ടും ഇവിടെ. സമുദ്രസദ്യയുടെ ടൈമിങ് 12 to 3 PM ആണ്. ടൈം ഏകദേശം കഴിയാറായി. നമുക്ക് ഇന്നലെ നോക്കി പാർസൽ വാങ്ങിച്ച് പോവാം. ഈവനിങ്ങിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഇവിടെ. പക്ഷെ നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ്. കുറേ കോട്ടേജസ് പോലെയൊക്കെ ഇട്ടുണ്ടാക്കിയിട്ടുണ്ട്. വെജ് ആൻഡ് നോൺ വെജ് എല്ലാം ഉണ്ട്. ടേസ്റ്റ് ഓഫ് കേരള. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി കോവളം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും സൈനിങ് ഓഫ് 777 @JackJones.